നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒരുപാട് പേരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ കണ്ണിന് വരുന്ന സ്ട്രെയിൻ അല്ലേ. കണ്ണിൽ കറുപ്പ് നിറം ഒരുപാട് ഫാക്ടേഴ്സ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമുക്ക് സ്ക്രീൻ ടൈം വളരെ കൂടുതലാണ്. പിന്നെ ഓർക്കക്കുറവുള്ളവരുണ്ടാവും, പാരമ്പര്യമായിട്ട് ഈ പറഞ്ഞ പോലെ കണ്ണിൻ്റെ തടത്തിൽ കറുപ്പുള്ളവരുണ്ടാവും. വണ്ണമുണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് വണ്ണം കുറയുമ്പോൾ ഇവിടുത്തെ പ്രോട്ടീൻ്റെ ലോസ് വരികയും അവിടെ നമുക്ക് തൂങ്ങിക്കിടക്കുകയും ഈ വെയിൻസ് റിഫ്ലക്റ്റ് ചെയ്ത് കാണുന്നത് കൊണ്ട് കണ്ണിൽ താഴെ കറുപ്പ് നിറമൊക്കെ വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ഹോം റെമഡിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ. നമുക്ക് നമ്മുടെ ശരീരത്തിൽ ആസിഡിറ്റി കണ്ടീഷൻ കൂടുമ്പോഴാണ് ശരിക്കും കറുപ്പ് നിറം ഒക്കെ ഉണ്ടാകുന്നത്. നമുക്കറിയാം, വയറ്റിൽ അസിഡിറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാവിലെ എണീറ്റിട്ട് നമ്മൾ വെറും വെള്ളം കുടിക്കുന്നതിനേക്കാൾ നല്ലത്, അല്ലെങ്കിൽ ചായ കുടിക്കുന്നതിനേക്കാൾ നല്ലത് ഇതുപോലുള്ള എന്തെങ്കിലും ജ്യൂസ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് കുക്കുംബറാണ്. കുക്കുംബർ നമുക്ക് നല്ല ആൽക്കലൈനാണ്. pH നിക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ കണ്ണിൻ്റെ തടത്തിൽ നമ്മൾ പണ്ടുള്ളവരൊക്കെ പറയും വെള്ളരിക്ക അരിഞ്ഞ് വെച്ചാൽ മതി എന്ന് പറയുന്നതിൻ്റെ ശാസ്ത്രം ഇതാണ്. കണ്ണിൽ ആസിഡിറ്റി കൂടുന്ന കുറേ ചൂടാണ്, അഗ്നികോണിലാണ് ശരിക്കും കണ്ണിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൺമഷിയൊക്കെ എഴുതുന്നത്, രാസാഞ്ചനം എഴുതുന്നത്, ഇളനീർക്കുഴമ്പ് കണ്ണിലിറ്റിക്കുന്നത്, അതുപോലെ കുക്കുംബറൊക്കെ കണ്ണിൽ വെക്കുന്നത്. അപ്പോൾ ആ ആസിഡിറ്റി കയറി നിൽക്കുന്നതിനെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് നമ്മുടെ കുക്കുംബറിന് കഴിവുണ്ട്. അതുകൊണ്ടാണ് പണ്ടുള്ളവർ വെള്ളരിക്കയും കുമ്പളങ്ങയും ഒക്കെ കറി വെച്ച് കഴിക്കുന്നതും മോര് കറി വെച്ച് കഴിക്കുന്നതും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ന്യൂട്രലൈസ് ചെയ്യണം നമ്മളുടെ ശരീരത്തിനെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിന്നൊരു ജെല്ലാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. നമുക്ക് ഇതിലേക്ക് ഒരു കുക്കുംബറാണ് വേണ്ടത്. പകുതി വേണമെങ്കിൽ പകുതി എടുക്കാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ പകുതി എടുത്ത് വേണമെങ്കിൽ പകുതി കാണിച്ചു തരാം. അത്രയും ഒരാൾക്ക് ഒരാഴ്ചത്തേക്കുള്ളതാണ് കേട്ടോ. ജെല്ലായിട്ട് നമുക്ക് ഉണ്ടാക്കി വെക്കാനായിട്ട് ഹാഫ് കുക്കുംബർ മതി. ഇതിൻ്റെ തൊലി നമുക്ക് വേണ്ട, ചെത്തിക്കളയണം. കുക്കുംബറിൻ്റെ തൊലി നന്നായിട്ട് കളഞ്ഞതിന് ശേഷം ഒന്നില്ലെങ്കിൽ നമുക്കത് സ്ലൈസ് ആക്കിയിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കാം. പക്ഷെ ഞാനിപ്പോൾ ചെയ്യുന്നത് നീര് മുഴുവനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഗ്രേറ്റർ വെച്ചിട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ ചിരി എടുത്താൽ മതി. അത് അല്ലെങ്കിൽ മിക്സിയിൽ അടിച്ചെടുക്കാം, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതിന് ശേഷം നമുക്കതൊരു തുണി വെച്ച് പിഴിഞ്ഞ് അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ടുള്ള കുക്കുംബർ നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത്, വളരെ കുറച്ച് മാത്രം മതി. ഒരുപാട് വെള്ളം ചേർത്താൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. കുക്കുംബറിൻ്റെ ഗുണം മുഴുവൻ കിട്ടണമെങ്കിൽ നമ്മൾ വെള്ളം ചേർക്കാതെ തന്നെ ചെയ്യണം. പക്ഷെ ഞങ്ങൾ എപ്പോഴും കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ആണ് ചെയ്യുന്നത്. ഒരല്പം മാത്രം വെള്ളം ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ച് കഴിഞ്ഞ് അത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് ജെല്ല് ഉണ്ടാക്കണം. ജെല്ല് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് 1 ഗ്രാം സാന്തങ്കമാണ്. അത് നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം, 2 ഗ്രാമൊക്കെ എടുക്കാം. 1 ഗ്രാം സാന്തങ്കമിലേക്ക് ഏകദേശം 5 മില്ലി അളവിൽ ഞാൻ വെജിറ്റബിൾ ഗ്ലിസറിനാണ് എടുക്കുന്നത്. ഞാൻ എപ്പോഴും ഈ ഒരു റേഷ്യോയിലാണ് എടുക്കുന്നത്. ഇത് നന്നായിട്ട് മെൽറ്റ് ആക്കുക. അതായത് വെജിറ്റബിൾ ഗ്ലിസറിനിലേക്ക് 5-6 ഗ്രാം എടുക്കാം. അതിലേക്ക് 1 ഗ്രാം അളവിൽ നമ്മൾ സാന്തങ്കം എടുത്ത് നന്നായിട്ട് മെൽറ്റ് ചെയ്യുക. മെൽറ്റ് ആയതിലേക്ക് നമുക്ക് ചൂടാറിയതിന് ശേഷമുള്ള കുക്കുംബറിൻ്റെ ജ്യൂസ് ഒഴിച്ചു വയ്ക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. നമ്മൾ ബ്ലെൻഡ് ചെയ്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് നേരം ഇരുന്നാലാണ് സാന്തങ്കം ഒന്ന് വീർത്ത് വന്ന് ജെല്ലിൻ്റെ കൺസിസ്റ്റൻസിലേക്ക് ആവും. ഞാൻ പെട്ടെന്ന് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. നമ്മളുടെ കുക്കുംബറിൻ്റെ ജെല്ല് നമ്മൾ സാന്തങ്കമ്മും അതുപോലെ തന്നെ ഗ്ലിസറിനും ചേർത്തിട്ട് നമ്മൾ കുക്കുംബറും തിളപ്പിച്ചെടുത്ത് അതിലേക്ക് ഒരു അല്പം മാത്രം വെള്ളം ചേർത്ത് തിളപ്പിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. അതാണിത്. നല്ലതാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതിപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക്, കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് അടച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. പ്രിസർവേറ്റീവ്സ് ചേർക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇതൊരിക്കലും പുറത്ത് ഇരിക്കില്ല. ഇനി ഒരുപാട് പേര് നമ്മളുടെ ഓയിലിൻ്റെ ബുക്കിംഗ് നമ്പറിലേക്ക് വിളിച്ചിട്ട് അലോവേര ജെല്ല് ഉണ്ടാക്കുമ്പോൾ സാന്തങ്കം എത്രയാണ് ചേർക്കേണ്ടത്, എന്ത് പ്രിസർവേറ്റീവാണ് ചേർക്കുക എന്നൊക്കെ ചോദിച്ചിട്ട് ദയവ് ചെയ്തൊരു കാര്യം മനസ്സിലാക്കുക. നമ്മൾ ഇത് എല്ലാം ലൈസൻസ്ഡ് പ്രൊഡക്റ്റാണ്. ഞാൻ ഒരിക്കലും ഇത് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ കാണിച്ചു തരുന്നതല്ല. ഈ പ്രൊഡക്റ്റ്സ് ഒന്നും നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ സെയിൽ ചെയ്യാൻ പറ്റില്ല. ഡ്രഗ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ കോസ്മെറ്റിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതിയോടുകൂടി മാത്രം. അതിൽ നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് വരും. ഇത് നമുക്ക് വീട്ടിൽ, ഞാൻ എപ്പോഴും പറയുന്ന ഹോം മെയ്ഡ് ആയിട്ടുള്ള ജെല്ലാണ്. വീട്ടിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ, അല്ലാതെ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് പുറത്ത് സെയിലിനല്ല. അത് പണിഷബിളാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിന് ഒരു പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് നിങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇൻസ്പെക്ടേഴ്സിനോട് അല്ലെങ്കിൽ ഓഫീസേഴ്സിനോട് ചോദിച്ച് ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. അതെല്ലാ കടമ്പകളും കടന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്കിത് വിപണിയിലേക്ക്, മാർക്കറ്റിങ്ങിന് കൊടുക്കാൻ പാടുള്ളൂ. ദയവ് ചെയ്ത് ബുക്കിംഗ് നമ്പറിലേക്ക് വിളിച്ച് നിരന്തരം കോൾസ് വരുന്നുണ്ട്. സാന്തങ്കം എവിടെയാണ് കിട്ടുന്നത്, സാന്തങ്കം എത്ര ഗ്രാം ചേർക്കണം, അലോവേര ജെല്ലുണ്ടെങ്കിൽ പ്രിസർവേറ്റീവ് ഏതാ യൂസ് ചെയ്യുക, ജ്യൂസാണോ ചേർക്കണം, എക്സ്ട്രാക്റ്റ് ആണോ, ദയവ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതെ
കളയാതിരിക്കുക. shrutisworld.com എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാൻ കഴിയാത്തവർ മാത്രം വാട്സപ്പിലേക്ക് വാട്സപ്പ് ചെയ്യുക. നമ്മളുടെ പ്രൊഡക്ട്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാം. അല്ലാതെയുള്ള എൻക്വയറീസ് പരമാവധി ഒഴിവാക്കുക. ഒരു കോട്ടൻ്റെ ഐപാഡ് എടുക്കുക. റൗണ്ട് ഷേപ്പിലുള്ള ഐപാഡാണ് കുറച്ചും കൂടെ നല്ലത്. ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ളത് ഇങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ ആക്കി വെച്ചേക്കണം കേട്ടോ. ഈ ജെല്ല് ഇതുപോലെ എടുത്തിട്ട് നമ്മുടെ പാഡിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് 2 ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഒരു കണ്ടെയ്നറിലാക്കി കൊണ്ടുപോകാം. നിങ്ങൾ വർക്ക് ചിലർ ഒരുപാട് നേരം ഓഫീസ് ഡ്യൂട്ടിയും പ്രത്യേകിച്ച് ഈ മൊബൈൽ ഫോണും ലാപ്ടോപ്പിലും സ്ക്രീൻ ടൈം കൂടുതലുള്ള ആൾക്കാരുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് ഒരു കണ്ടെയ്നറിലാക്കി 2 ഐപാഡ് കൊണ്ടുപോയിട്ട് ആവശ്യ സമയത്ത് കണ്ണിന് വല്ലാതെ സ്ട്രെയിൻ വരുന്ന സമയത്ത് നമുക്കിങ്ങനെ കണ്ണിൽ വെച്ചൊരു 15 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ വന്നതിന് ശേഷം രാവിലെയോ വൈകുന്നേരമോ എപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇതുപോലെ ഐപാഡുകൾ ഉണ്ടാക്കിയിട്ട് ഇതെല്ലാം കുറച്ചുകൂടി നല്ലത് റൗണ്ട് ഉണ്ടെങ്കിൽ തീർന്നു പോയി. റൗണ്ട് ഐപാഡ് ഇടുക, അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ജെല്ല് എടുത്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഐപാഡ് വയ്ക്കുക. അങ്ങനെ സ്പ്രെഡ് ചെയ്ത് എത്ര ഐപാഡ് ഉണ്ടോ അത്രയും എണ്ണം ആക്കിയിട്ട് ഈ ജെല്ലിൽ തന്നെ കിടക്കും. അത് തന്നെ കിടന്നിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുക. ആവശ്യത്തിന് നമ്മൾ എടുത്തിട്ട് കണ്ണിൽ എടുത്ത് വയ്ക്കുക. ഒരു 15-20 മിനിറ്റ് വെച്ചതിന് ശേഷം വാഷ് ചെയ്തതിനും കുഴപ്പമില്ല, വേണമെങ്കിൽ വാഷ് ചെയ്യാം. ആ അസിഡിറ്റി കൂടി നിൽക്കുന്ന കണ്ടീഷനെ പെട്ടെന്ന് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ആഴ്ചയിൽ എല്ലാ ദിവസവും ചെയ്യാം. കണ്ണിന് കറുപ്പില്ലാത്തവർക്കും ഉള്ളവർക്കും ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക.